സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡ് എന്താണ്? സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ? ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതോ ആ നിലപാടിൽ മാറ്റം വരുത്തിയോ? അത് എന്താണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കഴിഞ്ഞ 2 ദിവസമായി ഇതേ ചോദ്യമാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വസന്തും ബാലഗോപാലും നമുക്കിപ്പം തുടരുന്നുണ്ട്. ബാലു, ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് വിശാലമായ കുറെ ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ രാഷ്ട്രീയമായി ചുരുങ്ങുകയാണ്. സംസ്ഥാന സർക്കാർ എടുക്കുന്ന അതിലേക്കാണ് എല്ലാ കണ്ണുകളും എത്തി നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 1 മന്ത്, ആ 1 മന്തിനുള്ളിൽ ആ നിർണായകമായ തീരുമാനം കോടതി അറിയിക്കണം. ആര്യ, തീർച്ചയായും 1 മന്ത് എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ഇതിൽ ആദ്യം ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചീഫ് ജസ്റ്റിസ് മാർച്ച് 14 നിലപാട് അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് മാർച്ച് 14 അല്പം കൂടി നീട്ടണമെന്നൊരു ആവശ്യമായിരുന്നു അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. സീനിയർ അഭിഭാഷകൻ വി ഗിരിയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. വി ഗിരി നേരത്തെ കണ്ഠരര് രാജീവർക്ക് വേണ്ടി ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകനായിരുന്നു. അദ്ദേഹമായിരുന്നു ആ ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അത് അംഗീകരിച്ചില്ല. കാരണം മാർച്ച് 14 തന്നെ കക്ഷികൾ തങ്ങളുടെ നിലപാട് അറിയിക്കണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്ന ഫലത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും സുപ്രീം കോടതിയിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടും ഏതാണ്ട് ഏറെക്കുറെ ഒരുമിച്ച് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ശബരിമല യുവതീ പ്രവേശന വിഷയം മാറുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാറാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറഞ്ഞിരുന്നത് 3-4 തീയതികളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിലെത്തുന്നു. വിഷു ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ തീയതികളെല്ലാം തന്നെ നോക്കേണ്ടതാണ്. ഏപ്രിൽ 7 മുതൽ 9 വരെ സുപ്രീം കോടതിയിൽ ഈ കേസിന്റെ വാദം കേൾക്കൽ നടക്കുന്നു. 14 മുതൽ 16 വരെ വാദം കേൾക്കൽ നടക്കുന്നു. 22-ന് വാദം കേൾക്കൽ പൂർത്തിയാകുന്നു. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഈ വാദം കേൾക്കൽ കേട്ടുകൊണ്ടായിരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ചരിത്രത്തിലായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് പോകുക എന്നതിനപ്പുറം മാർച്ച് 14 അതായത് സർക്കാരിന്റെ നിലപാട് എന്താണെന്നത് അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ, BJP-യുടെ പ്രചാരണം പോലും. തീർച്ചയായും അതിന് യാതൊരു സംശയവുമില്ല. കാരണം അതിന്റെ നാന്ദിയായിരുന്നു ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നിരുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 2020 അദ്ദേഹത്തിന് കോടതിയിൽ പറയാൻ വേണ്ടി കഴിയാത്തത് ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിൽ 2020 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ വാദം കേൾക്കൽ തുടങ്ങിവെച്ചത് തുഷാർ മേത്തയായിരുന്നു. അന്ന് ബെഞ്ചിലെ അംഗമായിരുന്ന ജസ്റ്റിസ് ഭാനുമതിക്ക് അസുഖമായതിനെ തുടർന്നായിരുന്നു പിന്നീട് വാദം കേൾക്കൽ നടക്കാതെ പോയത്. പക്ഷേ ആദ്യ ദിവസം തുഷാർ മേത്ത സംബന്ധിച്ചിടത്തോളം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിന്റെ അക്കാലത്തേക്കുള്ള നിലപാട് സുപ്രീം കോടതിയിൽ പറയാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ലായിരുന്നു. അതിന്റെ കടം